പറയുമ്പോൾ ഒന്നും തോന്നരുത്. പക്ഷെ ഭൂരിഭാഗം ഭാര്യമാരും ഇങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ എല്ലാ നീഡ്സും തൻ്റെ എല്ലാ ഇമോഷൻസും ഭർത്താവിനങ്ങ് ഏൽപ്പിക്കും. എന്നിട്ട് ഇയാൾ ഇതൊക്കെ ഫുൾഫിൽ ചെയ്ത് തരണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടിരിക്കും. അയാളാണെങ്കിൽ ഇത് തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടാവില്ല. അയാൾക്ക് ഇതൊട്ടും മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പം നമുക്ക് ഭയങ്കര പരാതിയാണ്, നമുക്ക് ഭയങ്കര ഇടങ്ങേറാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടെന്നുള്ള സങ്കടമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ നീഡ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വേറെ എത്ര മനുഷ്യന്മാർക്കും എത്ര നല്ല മനുഷ്യനായിക്കോട്ടെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അതൊരു ഫാക്റ്റാണ്. ഒരാൾക്കും വേറൊരു മനുഷ്യനെ കംപ്ലീറ്റ് ആയിട്ട് ഇയാൾ ഇങ്ങനെയാണെന്നുള്ളത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റിയെന്ന് വരൂല. അതിനർത്ഥം ഭർത്താവ് വേണ്ട എന്നുള്ളതോ, ഭർത്താവിനോട് കാര്യങ്ങൾ ചോദിക്കേണ്ട എന്നുള്ളതോ, അവരെ കയ്യിൽ നിന്നൊന്നും സ്വീകരിക്കേണ്ട എന്നുള്ളതോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഈ കംപ്ലീറ്റ് കൊടുക്കൽ പരിപാടി ഉണ്ടല്ലോ, എല്ലാം അങ്ങ് ഏൽപ്പിച്ചിട്ട് എനിക്കെല്ലാം കിട്ടും എന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുന്നതിന് പകരം എന്താണ് ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്? നിങ്ങൾക്ക് പ്രയോറിറ്റി ആണോ വേണ്ടത്? വാല്യൂ ആണോ? റെസ്പെക്റ്റ് അല്ലേ? അറ്റൻഷൻ അല്ലേ? കുറച്ചൊരു കെയറിങ് അല്ലേ വേണ്ടത്? എൻ്റെ കൂടെ കുറച്ച് ടൈം ഇരിക്കുക എന്നുള്ളതല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്കത് കൊടുത്തിട്ടുണ്ടോ? വാല്യൂ കൊടുത്തിട്ടുണ്ടോ? ടൈം കൊടുത്തിട്ടുണ്ടോ? റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താണ് ശരിക്കും വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയാത്ത നിങ്ങൾ എങ്ങനെയാണ് വേറൊരാൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാത്തൊരു കാര്യം നിങ്ങൾ എന്തിനാണ് വേറൊരാളതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാത്ത ഒരു എനർജിയും നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നിങ്ങളത് ലാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഇല്ല. ആ എനർജി നിങ്ങളിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്നില്ല. റെസ്പെക്റ്റിൻ്റെ എനർജി റേഡിയേറ്റ് ചെയ്യാത്ത ഒരാൾക്കും റെസ്പെക്റ്റ് പുറത്തുനിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളിപ്പോഴും ബെഗ്ഗിങ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക, വിക്ടിം സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക. വിക്ടിംസിന് ഒരിക്കലും പുറത്തുള്ള ഒരു ലക്ഷറീസും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അവർക്ക് എന്തുണ്ടെങ്കിലും അവർക്ക് എപ്പോഴും എന്തെങ്കിലും സങ്കടപ്പെടാനുള്ളൊരു കാരണം ഉണ്ടാവും. ഇറ്റ്സ് മൈൻഡ് സെറ്റ്. ഇത് മൈൻഡ് സെറ്റാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ സൊല്യൂഷൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ കൊടുത്തുകൊണ്ടിരിക്കുക. റെസ്പെക്റ്റ് ആയിക്കോട്ടെ, വാല്യൂ ആയിക്കോട്ടെ, എന്തൊക്കെ നീഡ്സ് ആണുള്ളത് ഇതൊക്കെ നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ രണ്ട് കൺസേൺ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഞാൻ ഭയങ്കര സെൽഫിഷ് ആയി പോകൂലേ? രണ്ടാമത്തെ കാര്യം, അപ്പം എൻ്റെ റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ, ഞാൻ എക്സ്പെക്റ്റ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ അതൊന്നും എന്നെ ബാധിക്കാത്ത വിധത്തിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ അകന്നു പോകില്ലേ? നമ്മുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ഡ്രെയിൻഡ് ആയി പോകില്ലേ? പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഈ സെൽഫ്ലെസ് ആയിട്ടാണ് ഇപ്പം നിങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഈ സെൽഫ്ലെസ്സിൻ്റെയും സെൽഫിഷ്നെസ്സിൻ്റെയും ഇടയിൽ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് വർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാത്തുണ്ട്. നമ്മളെ സ്നേഹിച്ച് തുടങ്ങുക എന്ന് പറയുന്നത് ഡയറക്റ്റ് സെൽഫിഷ്നെസ്സിലേക്കല്ല. നമ്മളെ കൂടി നമ്മൾ പരിഗണിക്കുകയാണ്, നമ്മുടെ ഇമോഷൻസിനെ കൂടി പരിഗണിക്കുകയാണ്, അതിൻ്റെ കൂടെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ പരിഗണിക്കുകയാണ്. ഹാപ്പി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പം ഞാൻ ഈ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ മൂപ്പരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. എന്തിനാ നീഡ്സ് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഈ പാറ്റേൺ ഒന്ന് മാറ്റിയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പിടിച്ചു നോക്ക്, കുറച്ചും കൂടി വൈബിലേക്ക് പിടിച്ചു നോക്ക്. എൻ്റെ പുരുഷനാണ് എന്നുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ പാർട്ട്ണറാണ്, എൻ്റെ പോലെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പം ആ ഒരു തരത്തിൽ പരസ്പരം ജീവിതത്തിനെ കളറാക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആകും.